നാഗേന്ദ്ര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ല് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലാണ്. നമ്മുടെ ഫേസിലുള്ള ഒരു 90% പ്രോബ്ലംസിനും സൊല്യൂഷനായിട്ടുള്ള ഒരു അലോവേര ജെൽ പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അലോവേര ജെല്ല്. അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേസിലുള്ള ടാൻ മാറാൻ വേണ്ടിയാണ് കേട്ടോ. ഈ നമ്മളിപ്പോൾ ടാൻ മാറേണ്ട ഈ ഫേസ് പാക്ക് ഇടേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ടാൽ മതി കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു 15 മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ടുള്ള എൻ്റെ ഫേസാണ് കേട്ടോ ഈ കാണുന്നതും. ഫേസിലുള്ള ടാൻ മാറാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ചെയ്യാൻ പോകുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അലോവേര ജെല്ലെടുക്കാം. അലോവേര ജെല്ലെടുത്തു. ഇനി ബ്രൂ പൗഡർ, ബ്രൂ കുറച്ചെടുത്താൽ മതി കേട്ടോ. എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഈ പാക്ക് തയ്യാറാക്കുന്നത്. കുറച്ചുകൂടെ പൗഡർ. ഇത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി കേട്ടോ. സ്കിൻ വൈറ്റനിങ് വേണ്ടിയുള്ള ഒരു പാക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ എന്തെങ്കിലും സ്കിന്നിൽ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി ഇത് അപ്പോഴും തന്നെ വാഷ് ചെയ്തിട്ട് കിടക്കണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ട് കിടക്കണം. അല്ലാത്തവരാണെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലും പിന്നെ അതുപോലെ തന്നെ ബ്രൂ പൗഡറും കൂടെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3 പാക്കാണ് അപ്ലൈ ചെയ്യാറുണ്ട്. ആദ്യം അലോവേരയും പിന്നെ അലോവേര ജെല്ലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അപ്ലൈ ചെയ്തായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രൂ പൗഡറും പിന്നെ അതുപോലെ തന്നെ അലോവേര ജെല്ലും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം ചെയ്ത് ടാൻ മാറാൻ, ഇപ്പം രണ്ടാമത് ചെയ്ത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ഇനി മൂന്നാമതൊരു പാക്ക് കൂടെ ഉണ്ട്. ഈ ഒരു 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം.
അങ്ങനെ വീണ്ടും തന്നെ ഞാൻ ആ പാക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിൻ്റെ പാക്കാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറാനാണ് കേട്ടോ. ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനാണ്. ഇത് റൈസ് വാട്ടറാണ് കേട്ടോ ഈ കപ്പിലെടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് അരി കഴുകിയ സമയത്ത് ഒരു 3 വെള്ളം കഴുകിയതിന് ശേഷമുള്ള റൈസ് വാട്ടറാണ്. കുറച്ചെടുത്തോളൂ. ഇനി അതിലോട്ട് അലോവേര ജെല്ല് ആഡ് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ കേട്ടോ മാറാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഏത് പ്രശ്നമാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പം 3 രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് അതായത് ഞാൻ പറയില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എന്താണ് പ്രശ്നം അതനുസരിച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നിനുള്ള പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ 3 രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെന്ന് പറഞ്ഞാൽ ടാൻ മാറാൻ, പിന്നെ സ്കിൻ വൈറ്റനിങ്ങിന്, പിന്നെ പിഗ്മെൻറ്റേഷൻ, പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ റൈസ് വാട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാണെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി മാത്രമായിട്ടുള്ളവരാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ 3 സ്റ്റെപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ടാൻ മാറാൻ, സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി, പിന്നെ പിഗ്മെൻറ്റേഷൻ മാറാൻ. അപ്പോൾ ഈ 3 രീതിയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ റൈസ് വാട്ടർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു ടിപ്സ് കൂടെ ഉണ്ട് കേട്ടോ. അത് പിന്നെ അലോവേര ജെല്ലും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്ത് 1 സ്പൂൺ പാലൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ തേച്ചാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.